ഏകദേശം 11നും 16നും ഇടയിൽ പ്രായമുള്ള ടീമിലെ 12 അംഗങ്ങളും അവരുടെ 25-കാരനായ അസിസ്റ്റന്റ് കോച്ചും ജൂൺ 23-ന് പരിശീലനത്തിന് ശേഷം ഗുഹയിലേക്ക് പ്രവേശിച്ചു. അവർ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ കനത്ത മഴ ആരംഭിക്കുകയും ഗുഹാ സംവിധാനത്തിലെ ഭാഗികമായി വെള്ളപ്പൊക്കമുണ്ടാവുകയും അവരുടെ പുറത്തേക്കുള്ള വഴി തടസ്സപ്പെടുകയും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു. ജലനിരപ്പ് ഉയരുന്നതും ശക്തമായ ഒഴുക്കും സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെട്ടതോടെ ഒരാഴ്ചയിലേറെയായി സംഘം പുറം ലോകവുമായി ബന്ധമില്ലാതായി. ലോകമെമ്പാടുമുള്ള തീവ്രമായ പൊതു താൽപര്യത്തിനും അന്താരാഷ്ട്ര രക്ഷാസംഘങ്ങൾ ഉൾപ്പെട്ടതിനുമിടയിൽ ഗുഹാപ്രവർത്തനങ്ങൾ ഒരു വലിയ പ്രവർത്തനമായി വികസിച്ചു. ജൂലൈ 2 ഇടുങ്ങിയ വഴികളിലൂടെയും ചെളി നിറഞ്ഞ വെള്ളത്തിലൂടെയും മുന്നേറിയ ശേഷം മുങ്ങൽ വിദഗ്ധന്മാർ ഇവരെ കണ്ടെത്തി. പിന്നീടുള്ള കുറേ ദിവസങ്ങളുടെ വലിയ പരിശ്രമങ്ങൾക്ക് ശേഷം ഇവരെ പുറം ലോകത്തെത്തിച്ചതിൻ്റെ കഥയാണ് ഇന്നിവിടെ പറയുന്നത്. ജൂൺ 23, 2018 എന്നതുപോലെ തന്നെ ഫുട്ബോൾ പരിശീലനങ്ങൾക്കെല്ലാം ശേഷം 12 അംഗങ്ങളും അവരുടെ ഫുട്ബോൾ കോച്ചും കൂടി ചേർന്ന് തായ്ലാൻഡിലുള്ള തായ് ലുഗാങ് ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ ഇവർ കയറി കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തമായ മഴ കൂടുകയും ഇവർ കയറിയ ഒരു ഭാഗം, അതിൻ്റെ ഒരു കവാടം മഴ മൂലം പൂർണ്ണമായും അടയുകയും ചെയ്തു. ഈ മഴ മൂലം ഇത് അടഞ്ഞത് കാരണം ഈ വെള്ളം കയറുന്നതിനനുസരിച്ച് ഇവരുടെ കോച്ചും ഈ 12 കുട്ടികളും കൂടി ഗുഹയ്ക്കുള്ളിലോട്ട് പോകാൻ തുടങ്ങി. കാരണം ഈ വെള്ളം കൂടി വരുന്നതിനനുസരിച്ച് അവരകത്തോട്ട് കയറാൻ തുടങ്ങി. അവർക്ക് ഒരു കാരണവശാലും പുറത്തോട്ട് പോകാനുള്ളൊരു വഴിയില്ലാതായി. ഇതുപോലെ തന്നെ ഈ കോച്ചും അതേപോലെ മുമ്പോട്ട് പോയി വേറെ വല്ല വഴികളുണ്ടോ പുറത്തോട്ട് പോകാനുള്ള രീതിയിലെല്ലാം സെർച്ച് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യവും കിട്ടിയില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തു. ഈ കുട്ടികളുടെയൊക്കെ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും തിരക്കി അന്വേഷിക്കാനും തുടങ്ങി. ആദ്യമൊക്കെ ഇവരുടെ വീടുകളിൽ കരുതിയിരുന്നത് ഇത്രയും ലേറ്റാകുന്നത് മഴയൊക്കെയല്ലേ, മഴയൊക്കെ കാരണം എവിടെയെങ്കിലും കയറി നിൽക്കുകയായിരിക്കും, മഴ ഒതുങ്ങുമ്പോൾ വരുമായിരിക്കും എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇത്രയും ഇരുട്ടിയതിന് ശേഷം കാണാതായപ്പോഴത്തേക്ക് അതിലൊരു കുട്ടിയുടെ മാതാവ് അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇതേപോലെ കാര്യങ്ങൾ പറയുകയാണ്, ഇതേപോലെ കുട്ടിയെ മിസ്സിങ് ആണ് എന്നുള്ള കാര്യം. ബാക്കിയുണ്ടായിരുന്ന 2-3 കുട്ടികളുടെ മാതാപിതാക്കൾ ഇതേപോലെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ഗുഹയുടെ സമീപത്തായിട്ട് ഇവരുടെ ചെരുപ്പുകളും അതേപോലെ സൈക്കിളുകളും കാണാനിടയായി. അതും ഇതുപോലെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പറയുകയും ചെയ്തു. അതുപോലെ പോലീസുകാരും അതുപോലെ ആ സ്ഥലത്തേക്ക് എത്തി അന്വേഷണം തുടങ്ങി. പക്ഷേ അന്ന് വൈകുന്നേരവും രാത്രി ആയപ്പോഴത്തേക്കും കാര്യമായ ഒരു ഇതും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പിറ്റേന്ന് ജൂൺ 24-നായപ്പോഴത്തേക്കും ആ ഗുഹയുടെ അകത്തേക്ക് കയറുന്ന ആ എൻട്രൻസ് ഭാഗത്ത് കുട്ടികളുടേതെന്ന് കരുതുന്ന രീതിയിലുള്ള കാൽപ്പാടുകളും കുറേ അങ്ങനെയുള്ള ഒരു തെളിവ് കിട്ടിയതോടെ അവർ ഉന്നത തലത്തിലേക്ക് അറിയിച്ച്. അങ്ങനെ ജൂൺ 25 ആയപ്പോഴത്തേക്ക് തായിയുടെ നേവി സീൽ മുങ്ങൽ വിദഗ്ധരും ടീമുകളും അവിടെ എത്തുകയും ഗുഹയിൽ പ്രവേശിച്ച് അന്വേഷണം നടത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒന്നും കിട്ടിയില്ല. ഏകദേശം ജൂൺ 26 ആയപ്പോഴത്തേക്കും ഒരു ടി ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്കും അവിടെ പിന്നീട് മുമ്പോട്ട് അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും തിരികെ വന്നു, ബേസിലേക്ക് വന്നു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു വിഷയം ലോകരാജ്യങ്ങളെല്ലാം അറിയുകയും പല രാജ്യങ്ങളിൽ നിന്നും സഹായങ്ങളും ഒരുവിധ കാര്യങ്ങളും എല്ലാം ലഭിക്കാൻ തുടങ്ങി. ബ്രിട്ടനിൽ നിന്നും അതേപോലെ അമേരിക്കയിൽ നിന്നും അവിടുത്തെ മുങ്ങൽ വിദഗ്ധരും ഇതിൽ പ്രാബല്യമുള്ളവരും എല്ലാവരും അങ്ങോട്ട് വരാൻ തുടങ്ങി. ഈ സമയങ്ങൾ കൊണ്ട് തന്നെ ആ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന കോച്ച് അവിടെ ഉണ്ട് കുട്ടികൾക്ക് നമ്മുടെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് ഓക്സിജൻ മാത്രം ഉപയോഗിച്ച് കൂടുതൽ നേരം അവിടെ ആ ഗുഹയ്ക്കകത്ത് തങ്ങാനുള്ള രീതിയിലുള്ള എല്ലാ പരിശീലനം കൊടുത്തുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ പാറയിലൂടെ ഉറ്റി വീഴുന്ന ജലാംശമുണ്ടല്ലോ, അത് കുടിച്ചും പിന്നെ കുറച്ച് പായലുകൾ കഴിച്ചും മുമ്പോട്ടുള്ള ജീവിതം നീക്കാൻ വേണ്ടി നിന്നു. കാരണം ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നവിടം വരെ അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമല്ലോ, അതിനു വേണ്ടി. അങ്ങനെ അവരവിടെ ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് മാക്സിമം പെട്ടെന്ന് തന്നെ ഇവരെ പുറത്തെത്തിക്കാനുള്ള രീതികൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു മഴ വീണ്ടും തുടർന്നത് കാരണം ഇവർക്ക് പുറത്തോട്ട് എത്തിക്കാനുള്ള ഒരു ഇത് വലിയ പാടായിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് ഇവർക്ക് ഓക്സിജൻ സിലിണ്ടറുമായിട്ട് പോയിട്ട് അവിടെ സപ്ലൈ ചെയ്യാൻ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് അവിടുത്തെ മുങ്ങൽ വിദഗ്ധനായിരുന്ന സാം കൂൻ എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ തിരികെ വരുന്ന വഴിക്ക് ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ തീർന്ന് മരണപ്പെടുകയുണ്ടായി. ഇത് അവരുടെ ഇടയിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്.
ഇതിനിടയ്ക്ക് തന്നെ മഴ വീണ്ടും കൂടിയത് കാരണം എത്രയും പെട്ടെന്ന് ഇവരെ പുറത്തെത്തിക്കുന്നത് വളരെ വലിയൊരു കാര്യമായതിനാൽ ഇവരുടെ രക്ഷാപ്രവർത്തനം വീണ്ടും വളരെ വലിയ രീതിയിലോട്ട് ഊർജ്ജം പകർന്ന രീതിയിലോട്ട് മാറ്റിയെടുത്തു. ഈ സമയം കൊണ്ട് അവിടെ എത്തിച്ചേർന്ന മുങ്ങൽ വിദഗ്ധർ ഈ അകത്തു പെട്ടുകിടക്കുന്ന ഈ കുട്ടികളെയും അതേപോലെ കോച്ചിനെയും സ്കൂബ ഡൈവിങ് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതുവഴി തിരികെ വരാമെന്നുള്ള രീതിയിൽ നോക്കി, പക്ഷേ വിഫലമായി പോയതേ ഉള്ളൂ. അതുപോലെ മറ്റൊരു രീതിയിൽ മേലിൽ കൂടെ തുരങ്കമുണ്ടാക്കി അകത്ത് ചെന്നിറങ്ങി കുട്ടികളെ രക്ഷിക്കാനും ശ്രമിച്ചു. അതും നടന്നില്ല. 2-3 തുരങ്കങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടും കറക്റ്റ് അവരുടെ സ്പോട്ടിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് അവസാനം കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കുട്ടികളെ അനസ്തേഷ്യ കൊടുത്ത് മയക്കി ഓക്സിജൻ സിലിണ്ടർ കൊടുത്ത് പുറത്തെത്തിക്കാമെന്നുള്ള രീതിയിലാണ് അവസാനം തീരുമാനത്തിലായത്. അങ്ങനെ ഏകദേശം 18ാമത്തെ ദിവസം ഇതേപോലെ അനസ്തേഷ്യൻ അകത്തെത്തി കുട്ടികൾക്ക് അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തി ഡൈവോഴ്സ് കുട്ടികളെ ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ 18 ദിവസമാണ് ഈ കുട്ടികൾ ഈ ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയിരുന്നത്.